അപ്പോൾ അത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടാണ് ഈ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫിഷ് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു 1/2 കിലോ ഫിഷാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മസാലകൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകവും അതിൻ്റെ പകുതി അളവ് ഉലുവ എടുത്ത് വറുത്ത് പൊടിച്ചതും, പിന്നെ കുറച്ച് ഉപ്പും ഞാനിവിടെ മസാലകളായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 ചെറുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കൂടാണ്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വിനീഗറും എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം തന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിൽ തേച്ച് ഈ മീനൊന്ന് കായ പരത്താം. മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഈ ഫിഷ് ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പം ഞാൻ ഫിഷ് എല്ലാം നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ വെച്ചിട്ട് വേണം മസാല ഉണ്ടാക്കാൻ തുടങ്ങാൻ. അപ്പോൾ നമുക്ക് മസാല തേക്കണ സമയത്ത് അധികം കട്ടിയിൽ തേക്കണ്ട, ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി. ബാക്കിയുള്ള മസാല നമ്മൾ ഇപ്പം ഈ മീനിൽ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ മസാലയുടെ ബാക്കി വരുന്ന മസാല നമുക്ക് കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് വേണം. ഇതാണ് നമ്മൾ കറിയിൽ മസാല ആയിട്ട് ഇടാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പം നമ്മൾ ഫിഷ് മാഗ്നേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫിഷ് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫിഷ് വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മളിത് പൊരിച്ചിട്ട് എന്താണ് ബാക്കി വെളിച്ചെണ്ണയില നമുക്ക് മസാല ഉണ്ടാക്കുന്നത്. ഇതൊന്ന് ഫ്രൈ ആകാൻ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഫിഷ് ഇപ്പോൾ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വേറെ ചട്ടി വെച്ചിട്ട് മസാല തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫിഷ് വറുക്കാൻ ഉപയോഗിച്ച വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കടുക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. അതൊന്നിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചെറുതാക്കി മുറിച്ചത് അത് ഇട്ട് കൊടുക്കുക. ഇതൊരു 150 ഗ്രാം ഉള്ളി ഉണ്ടാവും. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇത് ചെറുള്ളി ഉപയോഗിച്ചാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കുന്നത്. ഇതിൽ സബോള കൂട്ടണില്ല. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫിഷ് മാഗ്നേറ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ മസാലയുടെ ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്നില്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറണ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. വേറെ മസാല ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവനുസരിച്ച് കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളിയും ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് അടിച്ച അതിൻ്റെ ആ പേസ്റ്റ് അതും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് തിളക്കണം. തിളച്ച ശേഷം വേണം നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇപ്പം നമ്മൾ മസാല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊട്ടാത്ത വിധത്തിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കുറുകി വരണ വരെ നമുക്കിതൊന്ന് ഇങ്ങനെ വേവിക്കണം. കുറച്ചൊരു കട്ടിയാവണ വരെ. ഇത് ശരിക്കും കുറുകി വന്നിട്ടുണ്ട്. നെയ്യൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി ഇത് ഈ രീതിയിലിരുന്ന് കുറച്ച് നേരം അടഞ്ഞു മൂടിയിരുന്നാൽ ഇത് ശരിക്കും ഒന്നും കൂടി ഒരു കട്ടിയാവും. അപ്പോൾ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇത് കുറച്ച് നേരം അടച്ചു മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതി. ഞാൻ വെറുതെ ഇത്തിരി ഭംഗിക്ക് ഇടുന്നുള്ള അല്ലാണ്ട് മല്ലിയില ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എൻ്റെ പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക.